engine roaring, one rider, one bike, endless roads. The Himalayas are waiting. Today begins my solo ride to Ladakh. ഈ യാത്രയുടെ തുടക്കം റോഡിലല്ല, റെയിൽവേ സ്റ്റേഷനിലാണ്. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് എന്റെ ബൈക്ക് ചണ്ഡീഗഡിലേക്ക് പാർസൽ ചെയ്തത്. ബൈക്കിനൊപ്പം യാത്രയ്ക്കാവശ്യമായ ലഗേജുകളും അയച്ചു. ബൈക്ക് പാർസൽ ചെയ്യുന്നതിനുള്ള ചാർജ് 4300 രൂപ. പാക്കിങ്ങിനായി 500 രൂപ കൂടി. എന്നാൽ 200 രൂപ അധികം നൽകിയാൽ ബൈക്ക് കൂടുതൽ സുരക്ഷിതമായി പാക്ക് ചെയ്ത് നൽകും. പാർസൽ അയക്കുന്നതിന് മുൻപ് ബൈക്കിലെ പെട്രോൾ പൂർണ്ണമായും ഒഴിവാക്കണം. അതാണ് റെയിൽവേയുടെ നിയമം. ഇന്ത്യൻ റെയിൽവേ വഴി എങ്ങനെ ബൈക്ക് പാർസൽ ചെയ്യാം എന്നതിനെക്കുറിച്ച് വിശദമായി മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. എന്റെ ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആകാതിരുന്നതിനാൽ ഡൽഹി വഴി കണക്ഷൻ ഫ്ലൈറ്റിലാണ് ഞാൻ ചണ്ഡീഗഡിലേക്ക് യാത്ര തിരിച്ചത്. എയർപോർട്ടിൽ നിന്ന് ഒരു ഊബർ വിളിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു ചെറിയ ആശങ്ക കാത്തിരുന്നു. എന്റെ പാർസൽ ഇനിയും എത്തിയിരുന്നില്ല. അല്പസമയത്തെ കാത്തിരിപ്പ്. ഒടുവിൽ ട്രെയിൻ പതുക്കെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിത്തുടങ്ങി. പോർട്ടർക്ക് 100 രൂപ നൽകിയപ്പോൾ എന്റെ ബൈക്കും ലഗേജും ആദ്യം തന്നെ പുറത്തെടുത്തു നൽകി. പക്ഷേ അപ്പോഴാണ് ഒരു ചെറിയ നിരാശ എന്നെ കാത്തിരുന്നതെന്ന് മനസ്സിലായത്. ബൈക്കിന്റെ ക്ലച്ച് ലിവർ ഒടിഞ്ഞിരിക്കുന്നു. യാത്ര തുടങ്ങും മുൻപേ ഒരു ചെറിയ തിരിച്ചടി. പക്ഷേ യാത്രകൾ അങ്ങനെയാണ്, പ്രതിസന്ധികൾ വരും. അവയെ മറികടന്നാണ് മുന്നോട്ട് പോകേണ്ടത്. തൊട്ടടുത്തുള്ള റോയൽ എൻഫീൽഡ് സർവീസ് സെന്ററിലെത്തി പുതിയ ക്ലച്ച് ലിവർ മാറ്റിവെച്ചു. എന്റെ യാത്രയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവർ ബൈക്ക് മുൻഗണന നൽകി വേഗത്തിൽ റെഡിയാക്കി തന്നു. അപ്പോഴേക്കും സമയം ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞിരുന്നു. ഓൺലൈനിൽ പരിശോധിച്ചപ്പോൾ വാഗാ ബോർഡറിലെ പ്രശസ്തമായ പരേഡ് വൈകുന്നേരം 6 മണിക്കാണെന്ന് മനസ്സിലായി. ഒന്നും ആലോചിക്കാതെ നേരെ വാഗാ ബോർഡറിലേക്ക് യാത്ര തിരിച്ചു. വൈകുന്നേരം 6-ന് മുൻപ് അവിടെ എത്തുമെന്ന് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. പരിചയമില്ലാത്ത നാടും റോഡുകളുമായിരുന്നു. എത്താനായില്ലെങ്കിൽ അമൃത്സറിൽ രാത്രി തങ്ങാമെന്നൊരു പ്ലാനും മനസ്സിലുണ്ടായിരുന്നു. ചണ്ഡീഗഡിലെ ഹൈവേകളുടെ ഇരുവശങ്ങളിലും പച്ചപ്പാർന്ന മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. നഗരത്തിനകത്തു പോലും ഈ പച്ചപ്പ് കാണാം. വളരെ കുറഞ്ഞ മലിനീകരണമുള്ള ഒരു നഗരമാണെന്ന് ആദ്യ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. അതുകൊണ്ടാവാം ഇവിടത്തെ മരങ്ങൾക്കൊക്കെ അത്രയും പച്ചപ്പും തണലും. നല്ല ചൂടുള്ള കാലാവസ്ഥയായിരുന്നിട്ടും അത്ര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. എന്നാൽ ഇവിടത്തെ റോഡുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ട്രാഫിക് നിയമങ്ങൾ പലരും കാര്യമായി പാലിക്കുന്നില്ല. ഹൈവേകളിൽ പോലും എതിർദിശയിൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് കാണാം. ചണ്ഡീഗഡിൽ നിന്ന് വാഗാ ബോർഡർ വരെ ഏകദേശം 240 കിലോമീറ്റർ ദൂരമുണ്ട്. അതിൽ ഭൂരിഭാഗവും നീണ്ട നേരായ റോഡുകളാണ്. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ ഇത്തരമൊരു ഹൈവേ കിട്ടുമോ എന്നറിയില്ലായിരുന്നു. കുറഞ്ഞ ട്രാഫിക്കും മികച്ച റോഡ് സാഹചര്യവും ഉണ്ടായതുകൊണ്ട് ബൈക്കിന്റെ പരമാവധി വേഗത ഒന്ന് പരീക്ഷിച്ചു നോക്കുകയും ചെയ്തു. പഞ്ചാബിൽ കൂടുതലായും കൃഷിയിടങ്ങളായതിനാൽ
റോഡുകളിൽ ഒരുപാട് ട്രാക്ടറുകൾ കാണാം. നല്ല റോഡും കുറഞ്ഞ തിരക്കുമൊക്കെയായി യാത്ര ശരിക്കും ആസ്വദിക്കാൻ സാധിച്ചു. ജലന്ധർ നഗരത്തിൽ നിന്ന് ഏകദേശം 75 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ ഗോൾഡൻ ഗേറ്റ് എന്ന പേരിൽ ഹൈവേയിൽ ഒരു വലിയ കമാനം കാണാനായി. പഞ്ചാബിന്റെ ഹൃദയത്തിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നു എന്നൊരു പ്രത്യേക അനുഭവം. അമൃത്സർ പിന്നിട്ട് 10 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അതിർത്തി സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിലേക്ക് പ്രവേശിച്ചു. വിചാരിച്ചതുപോലെ തന്നെ വൈകുന്നേരം 5:30 വാഗാ ബോർഡറിൽ എത്തിച്ചേർന്നു. അവിടെ ചെറിയൊരു സെക്യൂരിറ്റി ചെക്ക് പോയിന്റ് ഉണ്ട്. കൂടാതെ പാർക്കിംഗ് ഫീ അവിടെ പേ ചെയ്യണം. ബൈക്കിന് 20 രൂപയാണ്. പാർക്കിംഗ് ഫുള്ളായതിനാൽ എനിക്ക് ബിൽഡിംഗിന്റെ വെളിയിൽ പാർക്ക് ചെയ്യേണ്ടി വന്നു. കേരള രജിസ്ട്രേഷൻ ബൈക്ക് കണ്ടപ്പോൾ 2 സർദാർജികൾ വന്ന് വിശേഷങ്ങൾ ചോദിച്ചു. ബൈക്കും ലഗേജുമെല്ലാം അവിടെ വച്ചോളൂ. പഞ്ചാബിൽ വളരെ നല്ല ആളുകളാണെന്നും എവിടെയാണെങ്കിലും സേഫ് ആണെന്ന് പറഞ്ഞു. ഇമ്പോർട്ടന്റ് ആയ സാധനങ്ങൾ, ഡോക്യുമെന്റ്സ് കയ്യിലെടുത്തോളാനും നിർദ്ദേശിച്ചു. അത്യാവശ്യമുള്ളതെല്ലാം ചെറിയ ബാഗിലാക്കി അതും എടുത്തു എൻട്രൻസ് ഗേറ്റിലേക്ക് നടന്നു. ബാഗ്, സെൽഫി സ്റ്റിക്ക്, ട്രൈപോഡ് ഒന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ അലൗഡല്ല. ഗേറ്റിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ലോക്കറിൽ അതെല്ലാം വച്ച് 100 രൂപയാണ് ലോക്കർ ചാർജ്. ഗേറ്റിൽ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അതും കഴിഞ്ഞ് അകത്തേക്ക് കയറി. പരേഡ് നടക്കുന്ന ഗാലറിയിലേക്ക് അല്പം നടക്കണം. ഒരുവിധം നല്ല തിരക്കുണ്ടായിരുന്നു. ഗാലറിയിൽ നിന്നുള്ള ആർപ്പുവിളികൾ കേട്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെ നടത്തത്തിന്റെ സ്പീഡ് അല്പം കൂട്ടേണ്ടി വന്നു. ഗാലറിയുടെ അകത്തു പ്രവേശിച്ചപ്പോൾ വളരെ വലിയൊരു ജനാവലിയാണ് കണ്ടത്. ലേറ്റ് ആയതുകൊണ്ട് ഗാലറി സീറ്റ് ഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പിന്നിലായി സീറ്റ് കിട്ടിയത്.
എവിടെയിരുന്നാലും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പരേഡ് നല്ല രീതിയിൽ കണ്ടു ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഗാലറിയുടെ അറേഞ്ച്മെന്റ്. ഇന്ത്യയുടെ അതിർത്തിയിൽ ദേശസ്നേഹവും ആവേശവും ഒരുമിച്ച് അനുഭവിക്കാനാകുന്ന ഒരു പ്രത്യേക സ്ഥലം. ആ ഒരു അന്തരീക്ഷം, ആർപ്പുവിളികൾ, ദേശീയ പതാകകൾ, അവിസ്മരണീയമായ ഒരു അനുഭവം. പരേഡ് അവസാനിക്കുമ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുകയായിരുന്നു. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കണമെങ്കിൽ രാത്രി അവിടെ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ അടുത്ത ലക്ഷ്യം അമൃത്സർ. ഏകദേശം 1 മണിക്കൂർ യാത്ര.
തിരക്കേറിയ റോഡുകളിലൂടെ സഞ്ചരിച്ച് ഗോൾഡൻ ടെമ്പിളിന് സമീപം ഒരു റൂം എടുത്തു. ലഗേജുകൾ റൂമിൽ വെച്ച് ഫ്രഷായി നേരെ ക്ഷേത്രത്തിലേക്ക്. ക്ഷേത്രത്തിന്റെ ഭാഗമായി സൗജന്യ ബൈക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട്. ബൈക്ക് പാർക്ക് ചെയ്ത ശേഷം തെരുവിലൂടെ നടന്ന് ക്ഷേത്രത്തിലേക്ക്. 4 ദിശകളിലായി 4 പ്രവേശന കവാടങ്ങൾ. എല്ലാ മതങ്ങളെയും ജാതികളെയും ഒരുപോലെ സ്വാഗതം ചെയ്യുന്നുവെന്ന സന്ദേശം. ചെരുപ്പ് ധരിച്ച് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല. അതിനായി വലിയൊരു സൗജന്യ ഷൂ ഡിപ്പോസിറ്റ് സെന്റർ ക്ഷേത്രത്തിന് സമീപം ഒരുക്കിയിട്ടുണ്ട്. ഷൂ കൈമാറുമ്പോൾ ഒരു ടോക്കൺ ലഭിക്കും. തിരികെ വാങ്ങാൻ അത് കാണിക്കണം. ശിരസ് മൂടിയ ശേഷമേ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനാകൂ. എൻട്രൻസിൽ തന്നെ അതിനുള്ള തുണി ലഭ്യമാണ്. ഞാനും ഒരെണ്ണം വാങ്ങി ശിരസ് മൂടി. അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കാലുകൾ കഴുകണം. അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്ന വെള്ളമുള്ള പാതയിലൂടെ നടന്ന് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു. ലോകമെമ്പാടുമുള്ള സിഖ് മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമാണ് ഈ സുവർണക്ഷേത്രം. അമൃത് സരോവർ എന്ന വിശുദ്ധ കുളത്തിന്റെ നടുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വൈകുന്നേരത്തെ വെളിച്ചത്തിൽ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ക്ഷേത്രം. വാക്കുകൾക്കതീതമായൊരു കാഴ്ച. വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന പ്രകാശം. ചുറ്റുപോയിരുന്ന ഭക്തിഗാനങ്ങൾ. മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു അനുഭവം. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ഒരു പാലത്തിലൂടെ നടക്കണം. എന്നാൽ വലിയ തിരക്കും നീണ്ട ക്യൂവും ഉണ്ടായതിനാൽ അകത്തേക്ക് പ്രവേശിച്ചില്ല. പകരം ക്ഷേത്രത്തിന് ചുറ്റും നടന്നു ആ സൗന്ദര്യം ആസ്വദിച്ചു. ഇനി മറ്റൊരു അത്ഭുതം. ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ ഭക്ഷണശാലകളിലൊന്നായ ലംഗർ ഹാൾ. ക്ഷേത്രത്തിന് തൊട്ടടുത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദിവസേന ആയിരക്കണക്കിന് ആളുകൾക്ക് ഇവിടെ സൗജന്യമായി ഭക്ഷണം നൽകുന്നു. സമയം നോക്കാതെ, മതം നോക്കാതെ. റൊട്ടി, ചോറ്, ദാൽ, മധുരപലഹാരം, വെള്ളം. ലാളിത്യത്തിന്റെയും സേവനത്തിന്റെയും യഥാർത്ഥ ഉദാഹരണം. ആ ഭക്ഷണവും കഴിച്ച് റൂമിലേക്ക് മടങ്ങി. നാളെ രാവിലെ പകൽ വെളിച്ചത്തിൽ ഗോൾഡൻ ടെമ്പിളിന്റെ സൗന്ദര്യം വീണ്ടും കാണണം. അവിടെ നിന്നുള്ള പ്രഭാത ഭക്ഷണവും രുചിക്കണം. കാരണം യഥാർത്ഥ ഹിമാലയൻ യാത്ര ഇനിയും തുടങ്ങാനിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പകൽ വെളിച്ചത്തിൽ സുവർണക്ഷേത്രത്തിന്റെ മനോഹര കാഴ്ചകളും പഞ്ചാബിൽ നിന്ന് ജമ്മുവിലേക്കുള്ള യാത്രയും.